എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എന്നെ ഇത്രയും എത്തിച്ച നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും ഒരു കാലത്തും ഞാൻ മറക്കില്ല. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു എന്താ പറയുക നാട്ടുകാരുടെ സ്നേഹവും കുടുംബക്കാരുടെ സ്നേഹവും ഒക്കെ കിട്ടുന്നത്. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി കോടന്നൂരിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും കോടന്നൂരിന്റെ പേര് ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു ദിവസം പോലും കോടന്നൂരിന്റെ പേര് പറയാതെ ഞാൻ ആ വീട്ടിൽ നിന്നിട്ടില്ല. എവിടെയെങ്കിലും ഒക്കെ വെച്ച് ഞാൻ ആരോടെങ്കിലും ഒക്കെ കോടന്നൂർ 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 എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ തിരിച്ചുവരവില് നിങ്ങളുടെയൊക്കെ സ്നേഹം കിട്ടുമ്പോ ഞാൻ അങ്ങനെ പറഞ്ഞതൊക്കെ അർത്ഥവത്തായി എന്ന് അറിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ നാട് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ, അല്ലെങ്കിൽ ഇനിയും ആ പേര് എല്ലായിടത്തും മുഴങ്ങി കേക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടെ ആശംസിക്കുകയാണ്. അപ്പം എന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഇനി അടുത്ത നാളുകളിൽ നമ്മുടെ അവിടേക്കൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൂടുതൽ നമ്മുടെ നാടിനെ പൊതുജനങ്ങളിലേക്ക് അല്ലെങ്കിൽ മലയാളികളുടെ ഇടയിലേക്ക് നമ്മുടെ കോടന്നൂർ എന്ന് പറയുന്ന വാക്ക് ഇനി കോടന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം മുഴങ്ങി കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്താ പറയാ, നമുക്ക് അതൊരു പ്രൗഡ് ഫീലിംഗ് ആണ്. അല്ലേ കോടന്നൂർ എന്ന വാക്ക് ഇനി മുഴങ്ങി കേൾക്കണ്ടേ? അതെ, വേണം, തീർച്ചയായിട്ടും വേണം. അപ്പൊ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എന്നെ ഇത്രയും എത്തിച്ച നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും ഒരു കാലത്തും ഞാൻ മറക്കില്ല. അപ്പോ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ വീണ്ടും വിനയാന്വിതനായിട്ട് നന്ദി പറയാണ്. സ്നേഹം, നന്ദി, സ്നേഹം. മലയാളത്തില് ഇപ്പൊ നമ്മൾ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്ന പോലെ സുപ്രഭാതം ഒക്കെ ഒരു ചെറിയൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളിങ്ങനെ ഏറ്റെടുക്കുന്നു. എനിക്ക് അറിയില്ലായിരുന്നു സത്യത്തിൽ ഇങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ നമുക്ക് എന്തായാലും രാത്രിയാണ് എങ്കിലും ഒരിക്കൽ കൂടെ സുപ്രഭാതം പറയാം ഒരുമിച്ച്. ഓക്കെ അല്ലേ? സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം. കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ്? കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ ബിഗ് ബോസ്? കാണുന്നുണ്ടോ ബിഗ് ബോസ്? കാണുന്നുണ്ടോ? താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾ ഒരിക്കൽ കൂടെ പറയാണ്, നിങ്ങൾ വീണ്ടും ഒരു പ്രതീക്ഷയില്ലാണ്ടാണ് ഞാൻ പോയത്. പക്ഷെ തിരിച്ചിറങ്ങുമ്പോ നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ ഒരു ഇടം പിടിക്കാൻ സാധിച്ചു എന്നറിയുന്നതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ഇനിയും നിങ്ങളിൽ നിന്നുള്ള ആ ഒരു സഹകരണം തീർച്ചയായിട്ടും ഇല്ലാതാവരുത്. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്താ, നിങ്ങളുടെ ഒരു സ്നേഹം കാണുമ്പോൾ എന്ത് പറയണമെന്ന് പോലും എനിക്ക് സത്യമായിട്ടും അറിയില്ല. ഇത്രയധികം ജനത്തിരക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല, കണ്ടതല്ല. പക്ഷെ ഇതൊക്കെ സംഭവിക്കുന്നു. ഒരു വലിയൊരു മായാലോകത്ത് നിൽക്കുന്ന ഒരു എന്താ പറയാ അവസ്ഥയാണ് എനിക്കിപ്പോ ഉള്ളത്. പ്ലാറ്റ്ഫോമാണ്, ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത് തന്നെ എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നെ നിങ്ങൾ അനീഷേട്ടാന്ന് വിളിക്കുമ്പോ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീല് വളരെ വലുതാണ് എന്തായാലും. ഞങ്ങൾ
ഷാനവാസ് മാത്രമല്ല, ഷാനവാസിന്റെ ഫാമിലി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉറ്റ സുഹൃത്ത് എന്ന നിലയിൽ ഷാനവാസിനോട് എന്താ പറയാ ഒരു പ്രത്യേക അടുപ്പുണ്ടായിരുന്നു. എല്ലാവരും